ഒരു വ്യക്തിക്ക് ജീവിതകാലം മുഴുവനും പോസിറ്റീവായി നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പലരും അതിന് പറ്റില്ലെന്ന് പറഞ്ഞു, തിരെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നടക്കുന്നില്ല പഠിക്കാൻ നമ്മളുടെ. അപ്പോ നിങ്ങൾ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റും, പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന വാക്കുകൾ മാറ്റുക. പറ്റുമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഫുൾ ഹാപ്പി ആയിരിക്കും. ഞാൻ സത്യമായും പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ കുറച്ച് കാര്യം ചെയ്താൽ മാത്രം മതി ലൈഫിൽ. ആ സംഭവം ചെയ്താൽ നിങ്ങളുടെ ലൈഫ് ഫുൾ ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ എന്ന സംഭവം വരും, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് തന്നെ പോകും, മുന്നോട്ട് പോകും, പവർഫുൾ ആയിട്ട് തന്നെ പോകും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതൊന്നും നടക്കില്ലെന്ന് പറയരുത്, നടക്കുമെന്ന് പറയാം. ഓക്കെ, എന്നെ കൊണ്ട് പറ്റുമെന്ന് പറയാം. ഹലോ, നമസ്കാരം എല്ലാവർക്കും JP യൂണിവേഴ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ലൈവായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നിന്ന് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, എങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാന്നുള്ളത് പലരും പ്രോപ്പറായി ചെയ്യുന്നുണ്ടാവായിരിക്കാം. അപ്പൊ അവർക്കും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നല്ല ഉപകാരപ്രദമാവുന്ന ക്ലാസ് തന്നെ ആയിരിക്കും ഇത്. അതുകൊണ്ട് ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു പുസ്തകം എടുക്കുക, പുസ്തകവും പേനയും എടുക്കുക, ഒരു വെള്ളം എടുത്ത് വയ്ക്കാം. നിങ്ങളിത് യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ ഇരിക്കുക. ഈ ക്ലാസ് മുഴുവൻ കാണണ്ട, മൊത്തത്തിൽ കാണണം. ഫസ്റ്റ് സ്കിപ്പ് ചെയ്ത് പിന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കോട്ട് ഉണ്ട്, നമുക്കൊരു അഫർമേഷൻസ് അത് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മളുടെ ഇത്. കാരണം മൈൻഡും ബോഡിയും ഒക്കെ നല്ലപോലെ റിലാക്സ് ആക്കണം നമുക്ക്. അതിനുള്ള ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു അഫർമേഷൻ അറിയാലോ നമുക്ക്. ഐ ആം റെഡി. ഫസ്റ്റ് ഞാൻ റെഡിയാണ്, ഞാൻ തയ്യാറാണ്, എന്റെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. ഒന്നാമതാണ്. സെക്കൻഡ് ആണ് നമ്മളുടെ ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനെന്ന് പറയുന്നു. പിന്നെ ഐ ആം ജോയ് എന്ന് പറയുന്നു, ഞാൻ ജോയ് ആണെന്ന് പറയുന്നു. നെക്സ്റ്റ് അടുത്തതാണ് ഐ ആം വെൽത്തി ആൻഡ് ഐ ആം ഹെൽത്തി. ഇതാണ് നമ്മുടെ അഫർമേഷൻസ്. നമ്മളുടെ ഒരു പ്രോപ്പർ അഫർമേഷൻ ആണ്. നമ്മൾ എപ്പോഴും ഇത് ചെയ്യുക. ഇത് യൂട്യൂബിലാണെങ്കിൽ അവിടെ കമന്റിൽ ഇടാം, ഇവിടെ ചാറ്റ് ബോക്സിൽ ഇടാം. അപ്പോ അത് ഇട്ട് കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം ഈ യൂണിവേഴ്സിലുള്ള ഒരു ശക്തിയാണത്. ആ ശക്തി നമ്മളുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിലേക്ക് എത്ര നമ്മൾ പാകപ്പെടണം നമ്മൾ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മൈൻഡ്ഫുൾനെസ് നമ്മൾ മൈൻഡ് നമ്മളുടെ ലക്ഷ്യവുമായി കണക്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യം. അപ്പോ നിങ്ങൾ ആ ഒരു ലക്ഷ്യം, നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള ലക്ഷ്യം ഉണ്ടാവുമല്ലോ, അതൊന്ന് നിങ്ങൾ ബുക്ക് എടുക്കുക, ഒരു പെൻ എടുക്കുക, ഒന്ന് എഴുതാം. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് എഴുതാം. നമുക്ക് ഏറ്റവും ഒരാഗ്രഹം എഴുതാൻ പറ്റുള്ളൂ, ഒരെണ്ണം മാത്രം എഴുതാം. റിലേഷൻഷിപ്പ് മാത്രം എഴുതാം. ഇനി മണിയാണെങ്കിൽ മണിയുടെ അതെങ്ങനെ എഴുതണം, വ്യക്തമായി എഴുതണം. ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, ഏത് ബിസിനസ് ആണ് എഴുതണം, കറക്റ്റ് ഇന്ന ബിസിനസ്. ഇപ്പൊ ഒരു ബിസിനസിന്റെ പേര് ഏതാ, ആ ബിസിനസ് ആണ്. കറക്റ്റ് ഒന്ന് നന്നായി എഴുതിക്കും, കുറച്ചും കൂടി വിശദമായിട്ട് എഴുതിക്കും. വ്യക്തിയുടെ പേര് എഴുതുക, വ്യക്തിയുടെ ഡേറ്റ് എഴുതുക, ഒന്ന് എഴുതാം. ബിസിനസിന്റെ ഡേറ്റ് എഴുതാം, വർഷം എഴുതാം. പിന്നെ നമ്മുടെ ഹെൽത്ത്, നിങ്ങൾക്ക് ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും അവിടെ എഴുതാവുന്നതാണ്. പിന്നെ കരിയർ, ജോബാണെങ്കിൽ ജോബ് എഴുതുക. PSC ജോലിയോ അതൊക്കെ ഒന്ന് എഴുതുക, അതും അവിടെ എഴുതി വെക്കാവുന്നതാണ്. ഒരു ആഗ്രഹം മാത്രം എഴുതാൻ ശ്രമിക്കാൻ എപ്പോഴും. ഇത് ഫസ്റ്റത്താണ് ക്ലാസ് എടുത്തിട്ട് നമ്മള്. അപ്പൊ ഈ ഒരു ക്ലാസ് ചെയ്യാം. എല്ലാവരും എഴുതിക്കോ. ഒരു 5 മിനിറ്റ് നേരം എഴുതാൻ തരാം. എല്ലാവരും ഒന്ന് വ്യക്തമായിട്ടൊന്ന് നന്നായിട്ട് എഴുതിക്കോ, നന്നായി ഇതായിട്ട് എഴുതിക്കോ. ഒരു നല്ല രീതിയിൽ ഇങ്ങനെ കാമായിട്ടിരിക്കും. പതുക്കെ എഴുതിയാൽ മതി, സ്ലോ ആയിട്ട് എഴുതിയാൽ മതി. ഇനി ഞാൻ ചിലപ്പോൾ ഇപ്പൊ കട്ട് ചെയ്ത് കളയും. അപ്പോൾ നിങ്ങൾ കണ്ണടച്ചിട്ട് ഒന്ന് 5 മിനിറ്റ് നേരം എഴുതാം. ഓക്കെ, ഞാനും ഒന്ന് എഴുതട്ടെ. ഞാൻ ഇന്ന് നമ്മുടെ ഗ്രൂപ്പില് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, JP യൂണിവേഴ്സിറ്റി ഗ്രൂപ്പ് ഉണ്ട്. താഴെ ലിങ്ക് ഉണ്ടായിരിക്കും, ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അവിടെ ഡെയിലി മെഡിറ്റേഷൻ എടുക്കുന്നുണ്ട്, വീക്ക്ലി 2 ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിന്ന് പറഞ്ഞൊരു കാര്യം, നമ്മള് ഒരു വ്യക്തിക്ക് ജീവിതകാലം മുഴുവനും പോസിറ്റീവായി നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പലരും അതിന് പറ്റില്ലെന്ന് പറഞ്ഞു, തിരെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മള് എന്ത് ചിന്തിക്കുന്നുവോ അത് നടക്കുന്നില്ല പഠിക്കാൻ നമ്മളുടെ. അപ്പോ നിങ്ങൾ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റും, പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട്
നിങ്ങൾ പറയുന്ന വാക്കുകൾ മാറ്റുക. പറ്റുമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഫുൾ ഹാപ്പി ആയിരിക്കും. ഞാൻ സത്യമായും പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി ലൈഫിൽ. ആ സംഭവം ചെയ്താൽ നിങ്ങൾ ലൈഫ് ഫുൾ ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ എന്ന സംഭവം വരും, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് തന്നെ പോകും, മുന്നോട്ട് പോകും, പവർഫുൾ ആയിട്ട് തന്നെ പോകും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതൊന്നും നടക്കില്ലെന്ന് പറയരുത്, നടക്കുമെന്ന് പറയാം. ഓക്കെ, എന്നെ കൊണ്ട് പറ്റുമെന്ന് പറയാം. കൂടുതൽ കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞു തോന്നുന്നു. ഇല്ല, 5 മിനിറ്റ് ആയിട്ടില്ലല്ലേ. ഇനി ഞാൻ പറഞ്ഞില്ല, വെള്ളം എടുക്കാൻ പറഞ്ഞ നിങ്ങളുടെ വെള്ളം. ആരൊക്കെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്? നിങ്ങളെ വെള്ളം ഉണ്ടോ? നമുക്ക് വെള്ളം കൂടി ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, വെള്ളം. ഓക്കെ, ഞാൻ കുറച്ച് അഫർമേഷൻസ് പറഞ്ഞുതരാം. ഈ അഫർമേഷൻസ് മിനിറ്റ് ഇത് നിങ്ങളൊന്ന് ഇതിലേക്കൊന്ന് ആ വെള്ളത്തിൽ നോക്കി പറയാം കേട്ടോ. ഓക്കെ, വെള്ളത്തിനൊക്കെ പറയണമെങ്കിൽ പറയാം, പറ്റും ചെയ്ത ഏതങ്ങനെ. അപ്പൊ നിങ്ങൾ കണ്ണടച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം എടുക്കാം, ഒന്ന് വെള്ളം മാനിഫെസ്റ്റ് ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ വെള്ളം കുപ്പിയില്ലേ, വെള്ളം കുപ്പിയോ വെള്ളമോ വെള്ളത്തിന്റെ പാത്രമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെക്കാം. പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ വാട്ടർ എടുക്കാം. ഓക്കെ, വെള്ളം എടുത്ത് വെച്ചോ. 2 കൈകളും ഗ്ലാസ് ചുറ്റിങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിക്കാം. ഗ്ലാസ് ഉണ്ടോ? ഗ്ലാസ്സോ കുപ്പിയോ അങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിക്കുന്നു ഗ്ലാസ്സിൽ, എങ്ങനെ അങ്ങനെ പിടിച്ചോട്ടാ, അങ്ങനെ പിടിക്കാം. ഒന്ന് കണ്ണുകളടക്കല്ലോ, കണ്ണുകളൊന്ന് അടച്ചോ, കണ്ണടച്ചോളൂ. നല്ലതുപോലെ ഒന്ന് ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശാന്തമായിട്ട് തന്നെ സാവധാനം തന്നെ അത് പുറത്തേക്ക് വിടുക. വീണ്ടും ശാന്തമായിട്ട് നമ്മള് ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക. സാവധാനം തന്നെ പുറത്തേക്ക് വിടുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കുറച്ച് വെള്ളം കുടിക്കുക, കുറച്ച് വെള്ളം കുടിക്കുക. ഒന്ന് ആ കപ്പിലുള്ള വെള്ളം ഒന്ന് കുടിക്കുക. ഒരു ചെറുതായിട്ടൊന്ന് സ്ലോ ആയിട്ട് നന്ദിയോടെ, ദൈവമേ നന്ദി പറഞ്ഞ് ആ വെള്ളത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് കുടിക്കുക. എന്റെ പ്രപഞ്ചമേ നന്ദി പറഞ്ഞുകൊണ്ട് വെള്ളം ഒന്ന് കുടിക്കുക. കുടിച്ചോളൂ. ഓക്കെ, ഇനി ആ വെള്ളത്തിന് കുടിച്ച വെള്ളവും ആ വെള്ളവും അങ്ങനത്തെ പിടിക്കാം, സെയിം പിടിക്കാം. ഇന്ന് കണ്ണടച്ചിട്ട് നമ്മൾ നെഞ്ചിന്ന് കൈവച്ചോളൂ. എന്നിട്ട് പറയാം, കേൾക്കും, കറക്റ്റ് പറഞ്ഞു കേട്ടോ, ഉള്ളിലേക്ക് പറഞ്ഞു മനസ്സിൽ പറയാം. പ്രപഞ്ചമേ നന്ദി, പ്രപഞ്ചമേ നന്ദി, പ്രപഞ്ചമേ നന്ദി. ഈ വെള്ളം പോലെ എന്റെ ജീവിതവും ശുദ്ധമാകുന്നു. ഈ വെള്ളം പോലെ എന്റെ ജീവിതം ശുദ്ധമാകുന്നു. ഈ വെള്ളം പോലെ എന്റെ ജീവിതം ശുദ്ധമാകുന്നു. നന്ദി, നന്ദി, നന്ദി. എന്റെ ആഗ്രഹം ഇതിനകം തന്നെ സഫലമായിരിക്കുകയാണ്. എന്റെ ആഗ്രഹം ഇതിനകം തന്നെ സഫലമായിരിക്കുകയാണ്. എന്റെ ആഗ്രഹം ഇതിനകം തന്നെ സഫലമായിരിക്കുകയാണ്. നന്ദി, നന്ദി, നന്ദി. എന്റെ ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാം ഈ പറയുന്ന സത്യമെല്ലാം സ്വീകരിക്കുന്നു. എന്റെ ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാം ഈ പറഞ്ഞ സത്യമെല്ലാം സ്വീകരിച്ചിരിക്കുന്നു. എന്റെ ശരീരം, മനസ്സ്, ആത്മാവ് ഈ പറഞ്ഞ സത്യമെല്ലാം സ്വീകരിച്ചിരിക്കുന്നു. നന്ദി, നന്ദി, നന്ദി.
ഈ വെള്ളം പോലെ സമൃദ്ധി എളുപ്പത്തിലും സ്വാഭാവികമായും എന്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു. ഈ വെള്ളം പോലെ സമൃദ്ധി എളുപ്പത്തിലും സ്വാഭാവികമായും എന്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു. ഈ വെള്ളം പോലെ സമൃദ്ധി എളുപ്പത്തിലും സ്വാഭാവികമായും എന്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു. നന്ദി, നന്ദി, നന്ദി. സ്നേഹവും സമാധാനവും എന്റെ ജീവിതത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്നു. സ്നേഹവും സമാധാനവും എന്റെ ജീവിതത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്നു. സ്നേഹവും സമാധാനവും എന്റെ ജീവിതത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്നു. നന്ദി, നന്ദി, നന്ദി. എന്റെ മനസ്സ് ഈ ജലം പോലെ ശാന്തവും വ്യക്തവും ശക്തവുമാണ്. എന്റെ മനസ്സ് ഈ ജലം പോലെ ശാന്തവും വ്യക്തവും ശക്തവുമാണ്. എന്റെ മനസ്സ് ഈ വെള്ളം പോലെ ശാന്തവും വ്യക്തവും ശക്തവുമാണ്. നന്ദി, നന്ദി, നന്ദി. ഓരോ തുള്ളി വെള്ളവും എന്റെ ശരീരത്തെ ഹീലാക്കുന്നു. ഓരോ തുള്ളി വെള്ളവും എന്റെ ശരീരത്തെ ഹീലാക്കുന്നു. ഓരോ തുള്ളി ജലവും എന്റെ ശരീരത്തെ ഹീലാക്കുന്നു. നന്ദി, നന്ദി, നന്ദി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇപ്പോൾ ശാന്തമായിട്ടിരിക്കുക. നിങ്ങളുടെ ആ ആഗ്രഹത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആഗ്രഹം എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ജോലിയാകാം, ബിസിനസ് ആകാം, സമ്പത്താകാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ആരോഗ്യമായിരിക്കാം, കരിയർ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ആ ഒരു കാര്യം ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്ന പോലെ കാണുക. നടന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തിയില്ലേ, നിങ്ങൾ ഏറ്റവും സന്തോഷവാനായ വ്യക്തി, അദ്ദേഹത്തെ കാണുക. അദ്ദേഹത്തെ മനസ്സിലേക്ക് ആവാഹിക്കുക. വളരെ വ്യക്തമായിട്ട് കാണുക. സന്തോഷവാനായ, സ്നേഹമുള്ള, സന്തോഷത്തോടു കൂടിയിട്ടുള്ള, എല്ലാവരെയും സ്നേഹിക്കുന്ന ആ വ്യക്തിയെ കാണുക. ഒരുപാട് പണം, നല്ല നല്ല ബന്ധങ്ങൾ, നല്ല ആരോഗ്യം, ഒരുപാട് വലിയ ജോലി, വലിയ ബിസിനസ്, വലിയ കരിയർ, അങ്ങനെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കുകയാണ്. ആ വ്യക്തിയായിട്ട് അനുഭവിക്കുക. ആ വ്യക്തിയുടെ മുഖം കാണുക. നമ്മുടെ കണ്ണിലെ തിളക്കം, ചുണ്ടിലെ ചിരി, തലയുയർത്തി, നെഞ്ചു വിരിച്ച്, നടുവൊക്കെ നിവർത്തി, ശക്തമായിട്ട് സ്നേഹത്തോടെ സംസാരിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന ആ വ്യക്തിയെ കാണുക. നമ്മുടെ ജീവിതം മനോഹരമാക്കുന്ന ആ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓരോ അവയവവും ഇപ്പോൾ നമുക്കിപ്പോൾ അതുമായിട്ട് കണക്ട് ആവുകയാണ്. നമ്മൾ അറിയുന്നു, നമ്മൾ കേൾക്കുന്നു, നമ്മൾ അനുഭവിക്കുന്നു. ഞാൻ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ആ ഒരു സംഭവങ്ങളാണ്. അതെല്ലാം എന്നിലേക്ക് ഞാനിപ്പോൾ ആവാഹിക്കുകയാണ്. ഞാനിപ്പോൾ താഴ്ത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തികളെല്ലാം ആ വ്യക്തിയുടേതായിരിക്കും. ആ വ്യക്തി എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ജീവിക്കും. ഇപ്പോൾ തന്നെ, ഇപ്പോൾ ഞാനത് കാണുന്നു. ഞാൻ തുടങ്ങിയിരിക്കുന്നു. അന്ന് എങ്ങനെയാണ് ഞാൻ ഉണ്ടാവുക അതുപോലെ ഞാൻ ഇന്ന് ജീവിക്കാൻ പോവുകയാണ്. ആ വ്യക്തിയുടെ ഹാബിറ്റ്, ആ വ്യക്തിയുടെ ചിന്തകള്, അദ്ദേഹത്തിന്റെ സംസാരങ്ങള് എല്ലാം അങ്ങനെ മാറാൻ പോവുകയാണ്. ഞാനതായി തീർന്നിരിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. 2 മിനിറ്റ് നേരം ഒന്ന് ആ വ്യക്തിയെ മനസ്സിലേക്കൊന്ന് നിങ്ങളുടേതായിട്ടുള്ള രൂപത്തിൽ കാണുക. ഓക്കെ, താങ്ക് യു.
താങ്ക് യു, താങ്ക് യു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ജലം, ആ വെള്ളം, അത് വെറും ഒരു ജലമല്ല, അത് പുണ്യമായ സമ്പദ് സമൃദ്ധിയും നല്ല നല്ല ആരോഗ്യവും ബന്ധങ്ങളും ഒക്കെ ചേർന്നിരിക്കുന്ന വെള്ളമാണ്. അത് നിങ്ങൾ കുടിക്കുക. ഇപ്പോൾ ശാന്തമായി കുടിക്കുക, സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് കുടിക്കുക, വളരെ മനോഹരമായിട്ട് കുടിക്കുക. അതിൽ നല്ല പവർ ഉണ്ടാവും. വെള്ളത്തിന് ശക്തി അപാരമാണ് അതിലുള്ളത്. ആ വെള്ളം കുടിക്കുക, ശാന്തമാവുക. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇപ്പോൾ നമുക്ക് ഉണരാം. നമ്മളിപ്പോൾ ഉണരുകയാണ്, ഉണർന്നു വരികയാണ്. നമ്മുടെ ആ ഒരു വ്യക്തി ഇപ്പോൾ വന്നിരിക്കുകയാണ്. യൂണിവേഴ്സിനെ നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. ലെറ്റ് ഇറ്റ് ഗോ. യൂണിവേഴ്സ് നമ്മളിലേക്ക് തരുന്നതായിരിക്കും. ഒരിക്കലും ഇതെപ്പോ കിട്ടും, എങ്ങനെ കിട്ടും, കിട്ടോ കിട്ടില്ലേ, ചിന്തയൊന്നും വേണ്ട, ലഭിച്ചിരിക്കും. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, നിങ്ങൾക്ക് കിട്ടും. കാരണം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങളിലേക്ക് ഇത് വരാൻ കാത്തിരിക്കുകയാണ്. വരും. ആ പ്രതീക്ഷ കൈവിടരുത്. ലഭിച്ചിരിക്കും. ട്രസ്റ്റ് മീ, ട്രസ്റ്റ് യൂണിവേഴ്സ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. താങ്ക് യു, താങ്ക് യു ഓൾ. ഓക്കെ, നമുക്ക് കണ്ണുറക്കാം. ഓക്കെ.